പുതിയ പരമോന്നത നേതാവിനെയും പിൻഗാമികളെയും തീർത്ത് കളയുമെന്ന് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ്. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഇറാന്റെ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് ഏകദേശ ധാരണയിലെത്തിയെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. അലി ഖമേനിയുടെ മകൻ മൊജ്ത ഖമേനിയാകും അടുത്ത പരമോന്നത നേതാവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപനം. ലക്ഷ്യം കാണുന്നതുവരെ പോരാടുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് അമേരിക്കയും ഇസ്രയേലും ഉള്ളത്. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാൻ ചുമതലപ്പെട്ട സമിതിയിലെ അംഗങ്ങളെയും ഇസ്രയേൽ ലക്ഷ്യം വെക്കുമെന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കിയത്. പേർഷ്യൻ ഭാഷയിൽ എക്സിലിട്ട പോസ്റ്റിലാണ് ഇറാനിലെ നേതാക്കൾക്ക് ഇസ്രയേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പുള്ളത്. ഇറാനിലെ അടുത്ത പരമോന്നത നേതാവിന്റെ എല്ലാ പിൻഗാമികളെയും IDF വേട്ടയാടുമെന്നാണ് ഇതിൽ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇസ്രയേൽ രാജ്യത്തിന്റെ കൈ എല്ലാ പിൻഗാമിയെ നിയമിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും പിന്തുടരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പിൻഗാമിയെ തെരഞ്ഞെടുക്കാനുള്ള യോഗത്തിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളെയും ലക്ഷ്യം വെക്കാൻ ഞങ്ങൾ മടിക്കില്ല. ഇതൊരു മുന്നറിയിപ്പാണെന്നാണ് എക്സിലെ പോസ്റ്റിൽ പറയുന്നത്. യുദ്ധം കടുത്തതോടെ ഇറാനിൽ വ്യോമാക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലും US-ഉം. ടെഹ്റാനിലെ എണ്ണ സംഭരണശാലകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ടെഹ്റാനിലെ ആകാശത്തിന്റെ നിയന്ത്രണം ഏതാണ്ട് പൂർണ്ണമായും തങ്ങൾക്കാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടു. ഇതിനിടെ ബെയ്റൂത്തിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ബെയ്റൂത്തിലെ ഒരു ഹോട്ടലിൽ തമ്പടിച്ചിരുന്ന ഖുദ്സ് ഫോഴ്സ് കമാൻഡർക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. അതേസമയം ഇറാനെതിരെയുള്ള മിസൈൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി അമേരിക്ക ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി. ഇംഗ്ലണ്ടിലെ ഫെയർഫോർഡ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർഷ്യ എന്നീ താവളങ്ങളാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഇറാൻ വിക്ഷേപിക്കുന്ന മിസൈലുകളെ തടയുന്നതിനായി ഈ താവളങ്ങൾ ഉപയോഗിക്കുന്നതെന്നാണ് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചത്. അതേസമയം ഇറാനെ പിന്തുണച്ച് റഷ്യ രംഗത്തെത്തി. യുദ്ധത്തിൽ തങ്ങൾ നിഷ്പക്ഷരല്ലെന്നും ഇറാനെ പിന്തുണയ്ക്കുകയും UK-യിലെ റഷ്യൻ അംബാസിഡർ ആൻഡ്രൂ കെലിൻ പറഞ്ഞു. എല്ലാത്തിനും കുറ്റം ഇറാന്റെ മേൽ ചുമത്തുക എന്ന യുക്തിയാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ പിന്തുടരുന്നത്. എന്നാൽ അമേരിക്കയും ഇസ്രയേലുമാണ് ഇറാനെതിരെ ആക്രമണം തുടങ്ങിയതെന്ന് ആരും പറയുന്നില്ല. ഇറാൻ ഈ ആക്രമണത്തോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് തികച്ചും അനീതിയാണെന്നാണ് കെലിൻ പറഞ്ഞത്. ബ്രിട്ടീഷ് മാധ്യമമായ സ്കൈ ന്യൂസാണ് അദ്ദേഹം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. യുദ്ധം ഉടനടി അവസാനിപ്പിക്കണമെന്നും ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും സമാധാനപരമായ പരിഹാരത്തിലേക്ക് മടങ്ങണമെന്നുമാണ് നല്ലതെന്നും കെലിൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കായി ഇറാന് റഷ്യ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുന്നുവെന്ന റിപ്പോർട്ടുകൾ നേരത്തെയുണ്ടായിരുന്നു. കൂടാതെ അമേരിക്കൻ സൈനിക താവളങ്ങളുടെയും യുദ്ധക്കപ്പലുകളുടെയും കൃത്യമായ സ്ഥാനങ്ങൾ സംബന്ധിച്ച രഹസ്യ വിവരങ്ങൾ റഷ്യ ഇറാന് കൈമാറുന്നതായി വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തമ്മിൽ വെള്ളിയാഴ്ച നടത്തിയ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയായിരുന്നു ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം കുർദുകളെ ഇറാനിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് അമേരിക്ക പിന്മാറി. യുദ്ധം ഇപ്പോൾ തന്നെ സങ്കീർണമാണെന്നും ഇതിലേക്ക് കുർദുകളെ അയച്ചു അവർക്ക് പ്രയാസമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇറാഖിലെ കുർദ് നിയന്ത്രണ പ്രദേശത്ത് ഇറാൻ ആക്രമണം ശക്തമാക്കിയതോടെയായിരുന്നു ഈ പ്രതികരണം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.